എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് എലമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്ന് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഇതിലുള്ളത്. ഒന്ന് സ്റ്റോറേജ് ബാറ്ററി, രണ്ട് ഇലക്ട്രിക് മെറ്റീരിയൽസ്, മൂന്ന് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ദെൻ സ്റ്റോറേജ് ബാറ്ററി. എന്താണ് സ്റ്റോറേജ് ബാറ്ററി? ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യാനും അതോടൊപ്പം തന്നെ റീചാർജ് ചെയ്യാനും പറ്റുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെയാണ് സ്റ്റോറേജ് ബാറ്ററി എന്ന് വിളിക്കുക. ഒന്നിലധികം സെല്ലുകൾ കൂടിച്ചേരുന്നതാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ദെൻ പ്രൈമറി ബാറ്ററി. ഇറ്റ് ഈസ് ദ സ്റ്റോർഡ് എനർജി ഈസ് ഇൻഹെറൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അത് നോൺ റീചാർജബിൾ ആണ്. അങ്ങനെയുള്ള ബാറ്ററി വിളിക്കുന്ന പേരാണ് പ്രൈമറി ബാറ്ററി. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: ലെഗ്രാഞ്ചി സെൽ, സിങ്ക് ക്ലോറിൻ സെൽ, ആൽക്കലൈൻ മാംഗനീസ് സെൽ, എക്സെട്ര. സെക്കൻഡറി സെൽ. പ്രൈമറി സെൽ എന്ന് പറയുന്നത് നോൺ റീചാർജബിൾ ആണ്, എന്നാൽ സെക്കൻഡറി സെൽ അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററി എന്ന് പറയുന്നത് റീചാർജബിൾ ആണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ പൾസ് അതോ ഇലക്ട്രിക്കൽ സോഴ്സ് എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റും. സച്ച് ബാറ്ററി ആണ് നോൺ ആസ് സെക്കൻഡറി ബാറ്ററി. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്: നിക്കൽ കാഡ്മിയം സെൽ, ലെഡ് ആസിഡ് സെൽ, നിക്കൽ അയൺ സെൽ, എക്സെട്ര. ദെൻ പാർട്സ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി. ഒന്ന് ബാറ്ററി പ്ലേറ്റ് ഗ്രൂപ്പ്. കോർ പാർട്ട് ഓഫ് ദ ബാറ്ററി ആണ്. ആൻഡ് അതുപോലെ തന്നെ ദ റോൾ ഈസ് ടു റിസീവ് ദ ചാർജ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് റിലീസ് ദ ഔട്ട്വേർഡ് ഇലക്ട്രിക്കൽ എനർജി. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി ടു ടൈപ്സ്: പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ്. രണ്ട് സെപ്പറേറ്റേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഫൈബർ ഓർ അതർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോലൈറ്റ്. Electrolyte can prompt the ionization of the active substances of the plates to generate the electrochemical reaction. That is the sulfuric acid and distilled water in a certain proportion ആണ് നമ്മൾ ബാറ്ററീസിൽ ഉപയോഗിക്കുക. ദെൻ കണ്ടെയ്നർ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് കണ്ടെയ്നർ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ ഓർ മൗൾഡഡ് ഹാർഡ് റബ്ബർ ഓർ മൗൾഡഡ് പ്ലാസ്റ്റിക്, സെറാമിക്സ് ഓർ ഗ്ലാസ് ഓർ സെല്ലുലോയിഡ്. ദെൻ ബാറ്ററി റേറ്റിംഗ്സ്. ഇതാണ് ബാറ്ററി റേറ്റിംഗ്സ് എന്ന് പറയുന്ന ടേംസ്. ഒന്ന് ആംപിയർ അവർ കപ്പാസിറ്റി, റിസർവ് കപ്പാസിറ്റി, സീറോ ക്രാങ്കിങ് പവർ, കോൾഡ് ക്രാങ്കിങ് പവർ. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലെഡ് ആസിഡ് സെൽ. മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് വോൾട്ടേജ്, രണ്ട് കപ്പാസിറ്റി, മൂന്ന് എഫിഷ്യൻസി. ദെൻ വോൾട്ടേജ്. The open circuit voltage of a fully charged cell is approximately 2.2 volt. And ഈ വോൾട്ടേജ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്ന് ലെങ്ത് ഓഫ് ടൈം സിൻസ് ഇറ്റ് വാസ് ലാസ്റ്റ് ചാർജ് ചെയ്ത അതിനുള്ള ഒരു സമയത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് ഇൻക്രീസിങ് വിത്ത് ദ ഇൻക്രീസ് ഇൻ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വൈസ് വേഴ്സ. സെക്കൻഡ് ടൈം കപ്പാസിറ്റി. ഇറ്റ് ഈസ് മെഷർഡ് ഇൻ ആംപിയർ അവർ. ആംപിയർ അവറിലാണ് ഇത് മെഷർ ചെയ്യുക. The capacity is always given at a specified rate of discharge. Then എന്തൊക്കെയാണ് ഈ കപ്പാസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്ന് റേറ്റ് ഓഫ് ഡിസ്ചാർജ്, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ. ദ തേർഡ് ടൈം എഫിഷ്യൻസി. രണ്ട് ടൈപ്പ് എഫിഷ്യൻസിയാണ് പറയുന്നത്. ഒന്ന് ആംപിയർ അവർ എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആംപിയർ അവർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ആംപിയർ അവർ ചാർജ്. Other term of efficiency is energy or watt hour efficiency. That is watt hour efficiency is equal to ampere hour efficiency into average volts on discharge divided by average volts on charge. That is ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള ഫാക്ടേഴ്സിനെ ഈ രണ്ട് എഫിഷ്യൻസിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Then ampere hour efficiency of a lead acid cell is normally between 90% to 95%, and the watt hour efficiency varies between 72 to 80%. And you have to know that the watt hour efficiency is always less than the ampere hour efficiency. Then എന്തൊക്കെയാണ് ഒരു ഫുള്ളി ചാർജ് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻസ്? ഒന്ന് ഗ്യാസിങ്, സെക്കൻഡ് വോൾട്ടേജ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഫോർത്ത് വൺ ഈസ് കളർ ഓഫ് ദ പ്ലേറ്റ്സ്.
Then applications: central stations, private generating plants, substations, battery locomotives and road vehicles, submarines, marine use, പെട്രോൾ വെഹിക്കിൾസ് ആൻഡ് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണ്, അതുപോലെ തന്നെ ഐപാഡുകൾ, അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററീസാണ് ഈ ദാറ്റ് ഈസ് സം ഓഫ് ദ ആപ്ലിക്കേഷൻസ്. ദെൻ ചാർജിങ് സിസ്റ്റംസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജിങ് സിസ്റ്റം. ഒന്ന് ദ കോൺസ്റ്റൻറ്റ് കറണ്ട് സിസ്റ്റം ആൻഡ് അതർ വൺ ഈസ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് സിസ്റ്റം. നിങ്ങളുടെ സിലബസിൽ ഇതിൻ്റെ ലിസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് മച്ച് ഇൻഫർമേഷൻ ഈസ് സഫീഷ്യൻറ്റ്. മെയിൻ്റെനൻസ് ഓഫ് ലെഡ് ആസിഡ് സെൽ. എങ്ങനെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാം? ദാറ്റ് ഈസ് അവോയ്ഡ് ഡിസ്ചാർജ്, ദെൻ ഡു നോട്ട് ലീവ് ഡിസ്ചാർജ്, മെയിൻറ്റെയിൻ ഇലക്ട്രോലൈറ്റ് ലെവൽ, ദെൻ നെവർ ആഡ് ആസിഡ് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമേ എപ്പോഴും ആഡ് ചെയ്യാൻ പാടുള്ളൂ. കീപ് വെൻ ഹോൾസ് ടു ഓപ്പൺ, ക്ലീൻ ടോപ്പ് സർഫസ് ആൻഡ് പ്രൊട്ടക്ട് ടെർമിനൽസ്. ദാറ്റ് ഈസ് ജെല്ലി അല്ലെങ്കിൽ വാസലിൻ അപ്ലൈ ചെയ്തതിന് ആ ഒരു ടേമിൽ എപ്പോഴും ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻസ് ഓഫ് ബാറ്ററീസ്. സീരീസ് കണക്ഷൻ, അതായത് ഒരു സിസ്റ്റത്തിലെ വോൾട്ടേജിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണെങ്കിലാണ് നമ്മൾ ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ 4 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓരോന്നിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജ് 3.6 ആണ്. ഒരു ബാറ്ററിയുടെ ആംപിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3400 മില്ലി ആംപിയർ അവർ ആണ്. അപ്പോൾ ആദ്യത്തെ ബാറ്ററി 3.6, രണ്ടാമത്തെ ബാറ്ററിയുടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്ന വോൾട്ടേജ് 7.2 ആണ്. മൂന്നാമത്തെ ബാറ്ററിയുടെ ആഡ് ചെയ്യുമ്പോൾ 10.8 വോൾട്ട്. ആൻഡ് നാലാമത്തെ ബാറ്ററിയുടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്ന ഈ 4 ബാറ്ററീസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ കിട്ടുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 14.4 14.4 വോൾട്ടാണ്. അപ്പോൾ ഇതിന് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ആംപിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3400 മില്ലി ആംപിയർ അവർ ആണ്. ദിസ് ഈസ് ദ സീരീസ് കണക്ഷൻ. ദെൻ പാരലൽ കണക്ഷൻ, അതായത് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റിൻ്റെ കറണ്ട് ഓർ കറണ്ട് റിക്വയർമെൻറ്റ് ഈസ് ഹയർ ആണെങ്കിൽ we are adding the batteries in parallel. First battery 3.6, എല്ലാ ബാറ്ററീസും പാരലൽ ആയതുകൊണ്ട് the voltage is same, that is the 3.6, but the ampere hour capacity can be increased. That is ആദ്യത്തെ ഒരു ബാറ്ററിയുടെ ആംപിയർ അവർ എന്ന് പറയുന്നത് 3400 മില്ലി ആംപിയർ അവർ ആണ്. ടോട്ടൽ ബാറ്ററിയുടെ നോക്കുമ്പോൾ ടോട്ടൽ വരുന്നത് 13600 13600 മില്ലി ആംപിയർ അവർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ദ കണക്ഷൻസ് ഓഫ് സീരീസ് ആൻഡ് പാരലൽ ഓഫ് ബാറ്ററീസ്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി, that is all already we have discussed. Now moving to the next topic, that is electrical materials. Electrical materials mainly classified into conducting materials, insulating and semi-conducting materials. Conducting എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കണ്ടക്ടേഴ്സ് ഓർ കണ്ടക്ടിങ് മെറ്റീരിയൽസ്. ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത കണ്ടക്ടേഴ്സ് ആണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. That is the materials that allow the electric current to easily flow through them. That is the conductors or conducting materials. The properties are free electrons, very low electrical resistance, good thermal conductors, and resistivity is very small. Examples are copper, silver, gold, aluminum. Insulating materials, that is electricity pass ചെയ്യാത്ത materials ആണ് insulating materials or insulators. Properties: no free electrons, very high electrical resistance, resistivity is very large. That is their protects us from electric shocks and isolate conductors. Examples എന്ന് പറഞ്ഞാൽ rubber, glass, plastic, mica and porcelain. Third material, that is the semi-conducting materials, that is in between the conductors and insulators. Properties: conductivity can be controlled by doping and temperature used in electronic devices. Examples എന്ന് പറയുന്നത് silicon and germanium. Then the third topic, that is the magnetic materials. So the magnetic materials ne മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. Diamagnetic material, that is the materials that are weakly repelled by a magnetic field. Okay, that is magnetic field repel ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് diamagnetic. Properties എന്ന് പറയുന്നത് they create an opposing magnetic field when exposed to an electrical external field. Their magnetic susceptibility is negative and small. They have a tendency to move from a stronger to a weaker magnetic field. Examples എന്ന് പറയുന്നത് copper, silver, gold and water. Paramagnetic, that is materials that are weakly attracted to the magnetic field. അതാണ് paramagnetic materials എന്ന് പറയുന്നത്. Properties: they align their internal magnetic moments with an external magnetic field. അതായത് പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ they align ചെയ്യും, അതിൻ്റെ internal magnetic moments align ചെയ്യും. But the effect is very weak.
Their magnetic susceptibility is positive and small. They tend to move from a weaker to a stronger magnetic field. Examples are aluminum, platinum and magnesium. Ferromagnetic materials. Definition: that is the materials that are strongly attracted to a magnetic field. There is magnetic field strong ആയിട്ട് attract ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ferromagnetic materials, and that can be magnetized themselves. അത് തന്നെ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും, മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ നിലനിർത്താനും കഴിയും. Properties എന്ന് പറയുന്നത് they align their internal magnetic moments with an external magnetic field, creating a strong magnetic field. Their magnetic susceptibility is large and positive. They tend to move from a weaker to a stronger magnetic field. They can retain their magnetization even after the external field is removed, becoming a permanent magnets. Iron, cobalt, nickel ആണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാഗ്നറ്റ് ലേക്ക് ഒരു അയൺ ഒരു ആണിയോ ഇരുമ്പ് ആണി എങ്ങാനും അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്റ്റഡ് ആയിട്ടിരിക്കും. നമ്മൾ ആ മാഗ്നറ്റ് റിമൂവ് ചെയ്താലും കുറച്ച് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നറ്റിസം ആ ഇരുമ്പ് ആണിയിൽ എക്സിസ്റ്റ് ആയി നിൽക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദേ ക്യാൻ റീറ്റെയിൻ ദെയർ മാഗ്നറ്റൈസേഷൻ ഈവൻ ആഫ്റ്റർ ദ external field is removed. Thank you.